ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പേടിച്ചെത്തിയ പ്രജകളുടെ വാക്കുകൾ കേട്ട പ്രജാപതി അരുളി ചെയ്തു. ഇതിന് കാരണമുണ്ട്. ജിജ്ഞാസയോടെ നിൽക്കുന്ന ജീവവർഗങ്ങളോട് തുടർന്നു. വായുവിന് കോപമുണ്ടാകുവാനും നിരോധിക്കുവാനും കാരണമുണ്ട്. എല്ലാം വിശദമായി പറയാം, കേൾക്കുവിൻ. രാഹുവിൻ്റെ അപേക്ഷാവാക്കുകൾ പ്രകാരം ശക്രൻ വായുവിൻ്റെ പുത്രനെ വീഴ്ത്തി. അത് കണ്ട മാരുതൻ ചൊടിച്ചു. ദേവരഹിതനായ വായു ദേഹരക്ഷയ്ക്ക് വേണ്ടിയാണ് സർവ്വവ്യാപിയായി ചരിക്കുന്നത്. നിശ്ചലനായി തീർന്നാൽ എല്ലാ ജീവികളും മരമുട്ടികൾ പോലെ നിർജീവരായിത്തീരും. പ്രാണനായിട്ടുള്ളത് വായുവാണ്. സുഖമേകുന്നത് മറ്റാരുമല്ല. ഈ ലോകം മുഴുവൻ നിൽക്കുന്നത് വായുവിലാണ്. വായു കൈവിട്ടാൽ ഈ 3 ലോകങ്ങൾക്കും സുഖമെന്നത് ഉണ്ടാകില്ല. സർവപ്രാണരൂപിയായ പവനൻ പാരിടത്തെ ഉപേക്ഷിച്ചത് ഇപ്പോഴാണ്. പ്രജകൾ മുഴുവൻ ശ്വാസമില്ലാതെ കല്ലും മരവും പോലെയായി കഴിഞ്ഞു. അതുകൊണ്ട് മാരുതനുള്ള സ്ഥലത്തേക്ക് നാം വേഗത്തിലെത്തണം. ആരും നശിക്കുവാൻ ഇടവരരുത്. ഹേ ദേവവരന്മാരെ, വായുവിനെ നമ്മൾ എങ്ങനെയും സന്തോഷിപ്പിക്കണം. ദേവന്മാർ, ഗന്ധർവന്മാർ, നാഗേന്ദ്രന്മാർ, ഗുഹ്യന്മാർ, നരന്മാർ, രാക്ഷസന്മാർ എന്നിവരാൽ ആവൃതനായ വിരിഞ്ചൻ പുത്രനെയും എടുത്ത് ഗുഹയ്ക്കകത്തിൽ ഇരിക്കുന്ന അനിരൻ്റെ അടുത്തേക്ക് എഴുന്നള്ളി. സമീരണന്റെ മടിത്തട്ടിൽ അർക്കൻ, അഗ്നി, കനകം എന്നിവയുടെ ശോഭയ്ക്ക് തുല്യമായ ശരീരത്തോടു കൂടിയ ഇവനെ ദയാപൂർണ ദൃഷ്ടികളെ കൊണ്ട് നാൻമുഖൻ തൃക്കൺ പാർത്തു. യക്ഷഗന്ധർവ സുരന്മാരും ദേവഋഷിമാരും അസുരവരന്മാരും സസ്നേഹം ഇവനെ കണ്ടു. ദേവദേവനായ ബ്രഹ്മാവ് ദേവഋഷി വൃന്ദങ്ങളാൽ ആവൃതനായി മുന്നിൽ പ്രത്യക്ഷനായി നിൽക്കുന്നത് കണ്ട വായുദേവൻ നിശ്ചലനായി കിടക്കുന്ന ഓമന മകനെയും എടുത്തുകൊണ്ട് തിരുമുമ്പിൽ എഴുന്നേറ്റു നിന്നു. ലോകവിധാതാവിൻ്റെ കാൽക്കൽ കുണ്ടലങ്ങൾ, കിരീടം, മാലകൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ഇളകത്തക്ക വിധം സാഷ്ടാംഗം നമസ്കരിച്ചു. ദിവ്യമാല്യധാരിയായ വിരിഞ്ച ഭഗവാൻ വായുവിനെ എഴുന്നേൽപ്പിച്ച് തൃക്കൈകൾ കൊണ്ട് ഈ കുഞ്ഞിനെയൊന്ന് തലോടി. വാടിയ ഒരു സസ്യം വെള്ളം നനച്ചാൽ തെളിയുന്നത് പോലെ കമലജന്മാവിൻ്റെ ലീലയോട് കൂടിയ സ്പർശത്താൽ ഇവൻ ജീവിച്ചെഴുന്നേറ്റു. അത് കണ്ട മാരുതൻ സന്തുഷ്ടനായി യഥാപൂർവം പാരിലെല്ലാം ചിരിച്ചു. ഹേമന്തകാലം പോലുള്ള കാറ്റൊഴിഞ്ഞ താമരപ്പൊയ്കകൾ പോലെ സർവ്വജീവങ്ങളും ശ്വാസം മുട്ടൻ വേർപെട്ട് സന്തുഷ്ടരായി. അമരവരന്മാരാൽ അർച്ചിതനും ത്രിധാമാവും ത്രിഗുണസ്വരൂപനും വേദാത്മകനുമായ ദാതാവ് സമീരണന് സന്തോഷമേകത്തക്ക വാക്കുകൾ സുരന്മാരോട് അരുളി ചെയ്തു. ഇന്ദ്രൻ, വരുണൻ, മഹേശ്വരൻ, വൈശ്രവണൻ, അഗ്നി തുടങ്ങിയ ഭവാന്മാർക്ക് ഒക്കെ അറിയാം. എന്നാലും ഞാൻ ഹിതമോതുന്നത് കേൾക്കുവിൻ. ഈ ബാലകനെ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാകുവാനുണ്ട്. വായുവിൻ്റെ പ്രീതിക്ക് നിങ്ങളെല്ലാവരും ഇവനെ അനുഗ്രഹിച്ച് വരമേകുവിൻ. സന്തുഷ്ടചിത്തനായ സഹസ്രാക്ഷൻ പൊന്താമര പോലെ പിടിച്ചുകൊണ്ട് എൻ്റെ വജ്രപാദത്താൽ ഇവൻ്റെ ഹനു പൊട്ടിയല്ലോ. ഇന്നു മുതൽ ഹനുമാൻ എന്ന നാമധേയത്തിൽ ഇവൻ ലോകപ്രസിദ്ധനായിത്തീരും. മാത്രമല്ല, ഈ കവി പുംഗവന് അത്ഭുതകരമായൊരു വരം ഞാൻ കൊടുക്കുന്നു. എൻ്റെ വജ്രം കൊണ്ട് ഇവന് മരണം ഒരിക്കലും സംഭവിക്കുകയില്ല. അന്ധകാരങ്ങളെയെല്ലാം അകറ്റുന്ന ആദിത്യദേവൻ ഇപ്രകാരം അരുളി ചെയ്തു. എൻ്റെ തേജസ്സിൻ്റെ 100 ഞാൻ ഇവനേകുന്നു. ശാസ്ത്ര അഭ്യാസനത്തിന് എന്നാണ് ഇവൻ ശേഷിയുണ്ടാകുന്നത്, അന്ന് ഞാൻ വിദ്യ പ്രദാനം ചെയ്യാം. സർവ ശാസ്ത്രപാരംഗതനായ ഇവനോളം വാഗ്മിയായി ആരും ഉണ്ടാവുകയില്ല. സന്തുഷ്ടനായ വരുണൻ കൊടുത്ത വരം ഇപ്രകാരമായിരുന്നു. കപികുല ഉത്തംസമായ ഇവന് എത്ര വർഷം കഴിഞ്ഞാലും മരണം വരുന്നതല്ല. വിശേഷിച്ചും എൻ്റെ സ്വരൂപമായ ജലത്തിൽ നിന്നോ അതുല്യമായ പാശത്തിൽ നിന്നോ ഭയവും വേണ്ട. ആരോഗ്യ ദൃഢഗാത്രനായി എന്നും ജീവിക്കുവാൻ ഇവന് സാധിക്കും. മാത്രമല്ല, എൻ്റെ ദിവ്യ ആയുധമായ ദണ്ഡ് ഇവനെ നിഗ്രഹിക്കുന്നതുമല്ല. പ്രാണഹാരിയായ അന്തകൻ കൊടുത്ത വരം ഇതാണ്. ഉത്തരദിക്പാലകനായ വൈശ്രവണൻ തുടർന്നു. ഏതൊരു ഉഗ്രരണത്തിലും ഒട്ടും വാട്ടം ഇവനുണ്ടാവുകയില്ല. എൻ്റെ വരായുധമായ ഗദയാൽ ഇവൻ മൃതനാവുകയുമില്ല. ദേവവന്ധ്യനായ മഹേശ്വരൻ കാരുണ്യത്തോടെ അരുളി ചെയ്തത്, എൻ്റെ ആയുധങ്ങളെ കൊണ്ടോ എന്നെ കൊണ്ടോ ഒരിക്കലും ഇവൻ വന്ധ്യനാവുകയില്ല. സ്വാഭിപ്രായം ആദരിച്ച് എല്ലാവരും അനുഗ്രഹമേകിയതു കണ്ട വിധാതാവ് വീണ്ടും അരുളി, ബ്രഹ്മദണ്ഡങ്ങൾ യാതൊന്നുകൊണ്ടും ഇവൻ ഹതനാവുകയില്ല. അനശ്വരമായ ആയുസ്സുള്ള ഇവൻ ഏറ്റവും വലിയൊരു മഹാത്മാവുമായി തീരും. അമേയ തേജസ്സോടു കൂടിയ ഉണ്ണി ഹനുമാനെ സസ്നേഹം നോക്കിക്കൊണ്ട് വിശ്വകർമാവ് പറഞ്ഞു, ദിവ്യ ആയുധങ്ങൾ അനേകമെണ്ണം ഞാൻ നിർമ്മിച്ചിട്ടുണ്ടല്ലോ. അവയ്ക്കൊന്നിനും ഏതൊരു യുദ്ധത്തിലും ഇവനെ ഹനിക്കുവാൻ കെൽപ്പുണ്ടാവുകയില്ല.
അചിന്ത്യ ശക്തിയുള്ള വരങ്ങൾ സന്തുഷ്ട ചിത്തരായ ദേവന്മാർ ഇവനെ അണിയിച്ചത് കണ്ട ലോക ഗുരു നാൻമുഖൻ വായു ഭഗവാനോട് അരുളി ചെയ്തു, ഹേ മാരുത, ശത്രുക്കൾക്ക് ഒരു പേടി സ്വപ്നമായ ഇവൻ ബന്ധുക്കൾക്ക് അഭയമേകുന്നവനാകും. കാമരൂപിയും കാമചാരിയും കാമകനുമായ ഈ വാനരനായകന്റെ ഗതിക്ക് ഒരിക്കലും വിഘ്നം വരികയില്ല. അനശ്വര സൽ കീർത്തി ലോകമെങ്ങും പരക്കും. ലോകകണ്ഠകനായ രാവണന്റെ നിഗ്രഹത്തിന് തുടങ്ങുന്ന ശ്രീരാമന്റെ പ്രിയപ്പെട്ട കൈകൾ തന്നെയാകും ഇവൻ. രോമാഞ്ചജനകമായ ഉഗ്രയുദ്ധമാണ് അന്ന് ഇവൻ ചെയ്യുക. ഈ മാരുതിയോട് ഏറ്റുമുട്ടി വിജയിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല. ദേവപ്രമുഖന്മാർ പവനനോട് യാത്ര ചോദിച്ച് വിധാതാവോടുകൂടി വന്ന വഴിക്ക് മടങ്ങിപ്പോയി. സമീരണൻ സസന്തോഷം സുതനെയെടുത്ത് അഞ്ജനയുടെ ഭവനത്തിലെത്തി. അമരവരന്മാർ അനുഗ്രഹിച്ചേകിയ അമൂല്യവരങ്ങൾ എല്ലാം വിശദമാക്കി പുറത്തേക്ക് പോന്നു. ഹേ രഘുവംശദീപമായ രാമ, ഉത്കൃഷ്ട വരങ്ങൾ കൊണ്ട് ദിവ്യനായി തീർന്ന ഇവൻ സ്വശക്തിയാൽ സാഗരം പോലെ നിറഞ്ഞു നിർഭയനായി മഹർഷിവര്യന്മാരുടെ ആശ്രമങ്ങളിൽ കൂടി സ്വച്ഛന്തം വിഹരിക്കുവാൻ തുടങ്ങി. ഒതുങ്ങാത്ത കൈകരുത്ത് ശാന്തജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന യതീശ്വരന്മാരുടെ സാമഗ്രികളെ തച്ചുടയ്ക്കുവാൻ പ്രയോഗിച്ചു. അഗ്നികുണ്ഡങ്ങൾ അണച്ചു, ചിരാജീനങ്ങൾ പിച്ചിച്ചീന്തി, സൃക് സമൂഹം തകർത്തു. അഖില ബ്രഹ്മാണ്ട പിതാവിൻ്റെ വരാപ്തിയിൽ അവധ്യത അറിഞ്ഞ താപസന്മാർ ക്ഷമിച്ചു, വീണ്ടും ക്ഷമിച്ചു. കഭീന്ദ്രനായ കേസരിയും സർവ്വവ്യാപിയുമായ വായു ഭഗവാനും ഒരേ വിധത്തിൽ തന്നെ തത്വോപദേശങ്ങളാൽ ഇവനെ തടുത്തുവെങ്കിലും അഞ്ജനാതനയൻ തെമ്മാടിത്തം മാത്രമേ ചെയ്യുകയുള്ളൂ. എല്ലാം അറിയുന്നവരും അങ്കിരസിൻ്റെ വംശജന്മാരുമായ ഭൃഗു തുടങ്ങിയ മുനീന്ദ്രന്മാർ അത്യമർഷത്തോടെ മാത്രമേ, എന്നാൽ കോപമിയെന്നു തന്നെ ഇത്തരത്തിൽ ഒരു ശാപവും മോക്ഷവും ഹേ ശ്രീരാമ ഇവന് കൊടുത്തു. ഹേ വാനരശ്രേഷ്ഠ, ഏതൊരു വൻ ശക്തിയാണോ നിന്നെ ഇങ്ങനെയെല്ലാം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങളെയെല്ലാം ദ്രോഹിക്കുന്നത്? അനേകകാലം നീ അത് അറിയാതെ പോകട്ടെ. ഒരു മഹാകാര്യത്തിനു വേണ്ടി മറ്റൊരുവനാൽ എന്നാണോ നിന്റെ ശക്തി കീർത്തിക്കുക? അന്ന് ഈ ശാപമോഹം നിന്നിൽ നിന്ന് വേർപെടട്ടെ. നിന്റെ കഴിവിനെയും യശസ്സിനെയും ഓർമ്മിപ്പിക്കുന്ന അന്നേ ഈ ശക്തി വീണ്ടു കിട്ടുകയുള്ളൂ. ശേഷം ചേർന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.